ഇൻഷാ അല്ലാഹ് ഇനി ഉംറയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് തീർക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഇറങ്ങാം. തൽബിയത്ത് ചൊല്ലി ഹറമിൻ്റെ പരിസരം വരെയാണ് പോകേണ്ടത്. കാബാലയം കാണുമ്പം ഒരു പ്രാർത്ഥന ഉണ്ടോയെന്ന് ചില ആൾക്കാർക്കൊക്കെ ചില പുസ്തകങ്ങളിലൊക്കെ ഒരു സംശയം ഉണ്ടാവും. അല്ലാഹുമ്മ ഈമാനം ബിക്ക വ തസ്ദീഖം ബി കിതാബിക്ക വ വഫാഅം ബി അഹദിക്ക വ ഇത്തിബാഅൻ ലി സുന്നത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളൊരു പ്രാർത്ഥന പല പുസ്തകങ്ങളിലൊക്കെ കാണാറുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിയായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലൊന്നും കഅബ കാണുമ്പോഴോ അതല്ലെങ്കിൽ തവാഫ് തുടങ്ങുമ്പോഴോ ഇത് ചൊല്ലണമെന്ന് പറഞ്ഞ് കൃത്യമായി പറഞ്ഞ സഹിയായ ഹദീസില്ല. എന്നാൽ പല പണ്ഡിതന്മാരും തവാഫ് തുടങ്ങുമ്പം ഇത് ചൊല്ലത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നല്ല ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഈമാനം ബിക്ക, അല്ലാഹുവേ നിന്നെക്കൊണ്ട് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, ഓ തസ്ദീഖം ബി കിതാബിക്ക നിൻ്റെ പരിശുദ്ധ ഖുർആനിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, ഓ വഫാ അംബി അഹദിക്ക നിന്നോട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞ് ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ആ കരാറ് പൂർത്തീകരിച്ചുകൊണ്ട്, ഓ ഇത്തിബാ അല്ലി സുന്നത്തി നബിയിക്ക നിൻ്റെ നബിയായ ഞങ്ങളുടെ നബിയെ ഇത്തിബാ ചെയ്തുകൊണ്ട് ഞാനിതാ തവാഫ് ചെയ്യാൻ വേണ്ടി കാബാലയത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ല അർത്ഥവത്താണ്. പക്ഷേ സഹിയായ ഹദീസിൽ അങ്ങനെ പറയൽ സുന്നത്താണെന്ന് പറയാത്തത് കൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥന പഠിപ്പിക്കാത്തത്. നിങ്ങൾക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് വിചാരിച്ച് കുഴപ്പമില്ല. ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പിന്നെ അത് പ്രാർത്ഥിക്കണതിന് കുഴപ്പമില്ലല്ലോ. പക്ഷേ അതൊരു സുന്നത്താണ് എന്ന രീതിയിൽ വേണ്ട എന്നേ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അല്ലാഹു ആലം. അല്ലാഹു ഏതായാലും നമ്മളിൽ നിന്ന് പൂർണ്ണമായും കർമ്മം സ്വീകരിക്കട്ടെ. നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു ചിത്രം തവാഫിനും മത്താഫിലേക്ക് ഇറങ്ങുകയാണ്. സഅയ് ചെയ്യുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ ഒരു പ്രതിസന്ധി വരുന്ന 4-ാം തീയതി തീരുമാനമാകാൻ പോവുകയാണ്. ഒരു അടിയൊഴുക്കുമില്ലാതെ അപകടങ്ങൾ പിടിച്ച ഏതെങ്കിലും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കുന്നതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തണം. കൃത്യമായിട്ട് ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഫലസ്തീനിലെ നമ്മുടെ മക്കൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവണം. നമ്മളെ ഏൽപ്പിച്ച വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ആവശ്യങ്ങളും നമ്മുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് സാവകാശം തവാഫ് ചെയ്ത് മറ്റുള്ളവരെ നോക്കുക മാത്രമല്ല, കയ്യട ഭാര്യൻ്റെ പിടിച്ചാലും ബാക്കി പണികളൊക്കെ നമ്മൾ അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ഉഷാറാക്കി പോരണം. അവിടെ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ ഞാൻ തവാഫ് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കേണ്ടത് ഇബ്രാഹിം മക്കാമിൻ്റെ പിറകിൽ ഭാഗത്ത് ഈ സ്ത്രീകൾ ഉണ്ടാകുന്ന ഈ മഫ്തട്ട ആളുകൾ 1-2 വന്നാൽ അത് നോക്കിയിട്ട് അതിൻ്റെ അടുത്തേക്കാണ് പുരുഷന്മാരും സ്ത്രീകളും വരേണ്ടത്. അവിടെയാണ് അല്ലാഹു ആലം. അല്ലാഹു ഏതായാലും നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മളെ പറഞ്ഞയച്ചവർക്കും നമ്മളെ സഹായിക്കുന്നവർക്കും നമ്മളെ പ്രതീക്ഷിക്കുന്നവർക്കും അർഹിക്കുന്ന രീതിയിൽ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറ്റെന്തെങ്കിലും